ഹലോ നമസ്കാരം, വെൽക്കം ടു ഫൺസി. ഇറ്റ്സ് മീ ജൂലിയ. ഇന്ന് പുതിയൊരു എയർ ഡ്രോപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. സൺറൈസ് ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ്. സൺറൈസ് എന്ന് പറയുന്നത് പ്രൂഫ് ഓഫ് ലിക്വിഡിറ്റി മോഡലിൽ വർക്ക് ചെയ്യുന്ന ഒരു ഡേറ്റ അവൈലബിലിറ്റി ലെയർ ആണ്. അപ്പം അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൻ്റെ വെബ്സൈറ്റിൽ കിട്ടുന്നതായിരിക്കും. നിങ്ങൾക്ക് ചെക്ക് ചെയ്യണമെങ്കിൽ ഞാൻ എൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, ചെക്ക് ചെയ്തിരുന്നാൽ മതി. പ്രൂഫ് ഓഫ് ലിക്വിഡിറ്റി ആയതുകൊണ്ട് തന്നെ ലിക്വിഡിറ്റി സ്വാപ്പിംഗ് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുന്നത്. അതേപോലെ തന്നെ ഇത് ചെയ്യണമെങ്കിൽ നമുക്ക് ടെസ്റ്റ്നെറ്റ് ടോക്കൺ ആവശ്യമാണ്. സോ ടെസ്റ്റ്നെറ്റ് ടോക്കൺ നമുക്ക് എടുക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഞാൻ എയർ ഡ്രോപ്പിൻ്റെ സൈറ്റിലേക്ക് പോവാണ്. ഇവിടെ കണക്ട് വാലറ്റ് ആൻഡ് റിസീവ് പോയിന്റ്സ് എന്ന ഓപ്ഷൻ കൊടുക്കുക. ഇനി ഇവിടെ നമുക്ക് വാലറ്റ് കണക്ട് ചെയ്യാനായിട്ട് അഡ്രസ് ടൈപ്പ് കോസ്മോസ് അഡ്രസ്സും കൊടുക്കാം, വാലറ്റ് സർവീസ് കെപ്ലറും കൊടുക്കാം. നമ്മളിവിടെ കെപ്ലർ വാലറ്റും മെറ്റാമാസ്കും കണക്ട് ചെയ്യുന്നുണ്ട്. ആദ്യം നമുക്ക് കെപ്ലർ കണക്ട് ചെയ്യാം. സോ അഡ്രസ് ടൈപ്പിൽ കോസ്മോസ് അഡ്രസ്സ് കൊടുക്കുക, വാലറ്റ് സർവീസിൽ കെപ്ലർ വാലറ്റും കൊടുക്കുക. കോസ്മോസും കെപ്ലർ വാലറ്റും. ഓക്കെ, അപ്രൂവ് കൊടുക്കുക, വാലറ്റ് കണക്ട് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നമുക്ക് കെപ്ലർ വാലറ്റ് കണക്ട് ആയിട്ടുണ്ട്. ഇനി മെറ്റാമാസ്ക് ചെയ്യാനായിട്ട് മാനേജ് വാലറ്റ് എടുക്കുക. ഇവിടെ കണക്ട് അനദർ വാലറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുക്കുക. ഇനി അഡ്രസ് ടൈപ്പിൽ എതേറിയ അഡ്രസ്സും വാലറ്റ് സർവീസിൽ മെറ്റാമാസ്കും കൊടുക്കുക. ഇനി മെറ്റാമാസ്ക് കണക്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതും കഴിഞ്ഞു. അങ്ങനെ നമ്മൾ 2 വാലറ്റ് കണക്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് പോയിന്റ്സ് ഏൺ ചെയ്യണം. അതിനായിട്ട് പോയിന്റ് പ്രോഗ്രാം എന്ന് പറഞ്ഞ ഈ ഓപ്ഷൻ കണ്ടോ, ഇതെടുക്കാം. ഇനി ഇവിടെ നമുക്ക് 4 ടാസ്ക്കാണുള്ളത്. ക്ലെയിം റൈസ് ഓൺ ഫോസറ്റ്. അതിനായിട്ട് ഫോസറ്റിൽ പോയി നമുക്ക് റൈസ് ക്ലെയിം ചെയ്യണം. രണ്ടാമത്തേത് എൻഗേജ് ഇൻ സ്വാപ്പ് ആണ്, സ്വാപ്പ് ചെയ്യണം. അതേപോലെ ആഡ് ലിക്വിഡിറ്റി കൂട്ടണം, ഡിക്രീസ് ലിക്വിഡിറ്റി കുറയ്ക്കുകയും ചെയ്യണം. അപ്പോൾ ഇത്രയും നമുക്ക് ചെയ്യണം. ഓരോന്നോരോന്നായിട്ട് ചെയ്തു വരാം. ആദ്യം ക്ലെയിം റൈസ് ഓൺ ഫോസറ്റ് ചെയ്യാം. അതിനായിട്ട് ഫോസറ്റിൽ പോവാണ്. റൈറ്റ് സൈഡിൽ മുകളിൽ ഫോസറ്റ് ഉണ്ട്. ഫോസറ്റിൽ പോയിട്ട് ഇവിടെ ഞാൻ 10 കൊടുക്കുവാണ് റൈസ്. എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുകയാണ്. ഇവിടെ നിങ്ങൾക്കിത് ക്ലെയിം ചെയ്യണമെങ്കിൽ മെറ്റാമാസ്ക് വാലറ്റിൽ ഒരു 0.001 എതേറിയെങ്കിൽ അറ്റ്ലീസ്റ്റ് ഉണ്ടായിരിക്കും. അതേപോലെ അറ്റ്ലീസ്റ്റ് 1 ട്രാൻസാക്ഷൻ എങ്കിലും നടന്നിരിക്കണമെന്നാണ് പറയുന്നത്. 1-2 വട്ടം ചെയ്താലേ അത് പ്രോസസ്സ് ആകത്തുള്ളൂ. ഓക്കെ, ഇപ്പോൾ പ്രോസസ്സ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യേണ്ടത് സ്വാപ്പ് ചെയ്യണം. അപ്പോൾ സ്വാപ്പ് ചെയ്യാനായിട്ട് രണ്ടാമത്തെ ഒരു ടാസ്ക് അതാണ്, എൻഗേജ് ഇൻ സ്വാപ്പ്. കണ്ടോ? അപ്പോൾ ഒരു സ്വാപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് ഹോമിൽ പോവാം. ഹോമിൽ പോയിട്ട് സ്വാപ്പ് ചെയ്യാം. ഓക്കെ, ഞാൻ ഹോമിൽ വന്നിട്ടുണ്ട്. ഇനി ഇവിടെ സ്വാപ്പ് കൊടുക്കുക. ദെൻ നമുക്ക് സൺറൈസിൽ നിന്ന് ഏതിലേക്കാണ് മാറ്റേണ്ടത്, എവിടെ നിന്ന് എങ്ങോട്ടാണ് സ്വാപ്പ് ചെയ്യേണ്ടതെന്നുള്ളതാണ് ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഫ്രമ്മിൻ്റെ അവിടെ നമ്മൾ സൺറൈസ് കൊടുക്കുക. ദെൻ 2ൻ്റെ അവിടെ നമുക്ക് ആറ്റം കൊടുക്കണം. ആദ്യം ആറ്റം കൊടുത്ത് സ്വാപ്പ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഞാൻ 1 കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. ഒരു സൺറൈസ് നമ്മൾ ആറ്റമായിട്ട് സ്വാപ്പ് ചെയ്തെടുക്കുവാണ്. ഓക്കെ, സ്വാപ്പ് സക്സസ്ഫുൾ എന്ന് കാണിച്ചിട്ടുണ്ട്. സ്വാപ്പായി. ഇനി അടുത്ത പിന്നെയും സ്വാപ്പ് ചെയ്യാൻ എടുക്കുക. സൺറൈസ് സെലക്ട് ചെയ്യുക. ഫ്രമ്മിൻ്റെ അവിടെ 2ൻ്റെ അവിടെ USDC കൊടുക്കുക. ഇങ്ങനെ നമ്മൾ 3 എണ്ണം ചെയ്യണം. ഏതൊക്കെ വെച്ചിട്ട്? ആറ്റത്തിലോട്ടും സ്വാപ്പ് ചെയ്യണം, USDCയിലും സ്വാപ്പ് ചെയ്യണം, USDTയിലും സ്വാപ്പ് ചെയ്യണം. അങ്ങനെ 3ലോട്ടും നമ്മൾ സ്വാപ്പ് ചെയ്യണം. ഇനി നമുക്ക് ലിക്വിഡിറ്റി പൂൾ എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കണം. അപ്പം നമുക്ക് ആഡ് ലിക്വിഡിറ്റി ആണ് മൂന്നാമത്തെ ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ ലിക്വിഡിറ്റി പൂൾ എടുക്കുക, എന്നിട്ട് ലിക്വിഡിറ്റി ആഡ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ആദ്യം നമുക്ക് ആറ്റം പ്രൈസ് എടുക്കാം. എന്നിട്ട് ഇവിടെ ആഡ് ലിക്വിഡിറ്റി കൊടുക്കുക. ടോക്കൺ എമൗണ്ടിൽ 1 കൊടുക്കുക. എന്നിട്ട് ലിക്വിഡിറ്റി ആഡ് ചെയ്യുക. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്.
ഇനി നമ്മൾ തിരിച്ച് ഹോമിൽ തന്നെ ചെല്ലുക, ലിക്വിഡിറ്റി പൂൾ എടുക്കുക, ദെൻ റൈസും USDCയും കൂടെ ചെയ്യുക. അതിനും നമ്മൾ ആഡ് ലിക്വിഡിറ്റി കൊടുക്കുക. ഇവിടെ നമ്മൾ USDCയുടെ അവിടെ 4 ആണ് ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്, ടോക്കൺ എമൗണ്ട് 4, എന്നിട്ട് റിക്വസ്റ്റ് കൊടുക്കുക. ഓക്കെ, അതും ആഡ് ആയിട്ടുണ്ട്. ഇതേപോലെ ഒരെണ്ണവും കൂടെ ചെയ്യണം USDT വെച്ചിട്ട്. ഇനി നമുക്ക് ലിക്വിഡിറ്റി ഡിക്രീസ് ആണ് ചെയ്യേണ്ടത്. അതിനായിട്ട് ഇവിടെ ലിക്വിഡിറ്റി പൂളിൽ അവിടെ ആറ്റമിൻ്റെയും റൈസിൻ്റെയും USDCയുടെയും USDTയുടെയും കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് റൈസ് USDC ആണ് ഞാൻ ഇപ്പോൾ എടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ഡിക്രീസ് ലിക്വിഡിറ്റി കൊടുക്കുക. ലിക്വിഡിറ്റി 50% ആയിട്ട് ഞാൻ ഡിക്രീസ് ചെയ്തിട്ടുണ്ട്, ഡിക്രീസ് കൊടുക്കുക. അങ്ങനെ 3ൻ്റെയും നമ്മൾ ചെയ്യണം, ആറ്റത്തിൻ്റെയും ചെയ്യണം, USDTയുടെയും സക്സസ്ഫുൾ ആയിട്ടുണ്ട്. ഇതേപോലെ ആറ്റത്തിൻ്റെയും ചെയ്യണം, USDTയുടെയും ചെയ്യണം. അപ്പോൾ ഞാൻ ചെയ്തിരുന്നാൽ മതി, നിങ്ങൾ ഞാൻ ഇവിടുത്തെ കാണിക്കുന്നില്ല. ഇപ്പം പോയിന്റ് പ്രോഗ്രാം എടുത്ത് നോക്കുക, റീഫ്രഷ് ചെയ്ത് നോക്കണേ. ഓക്കെ, ഇവിടെ 15,000 പോയിന്റ്സ് എനിക്കിവിടെ ക്രെഡിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ചെയ്തതൊക്കെ തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യണം. സ്വാപ്പ് ചെയ്യുക, ലിക്വിഡിറ്റി ചെയ്യുക, ഡിക്രീസ് ലിക്വിഡിറ്റി ചെയ്യുക. അപ്പം ഇതൊക്കെ തന്നെ നിങ്ങൾ ഡെയിലി ചെയ്യുവാണെങ്കിൽ ഈ ഒരു പോയിന്റ്സ് നിങ്ങൾക്ക് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പം മറക്കാതെ ഡെയിലി ചെയ്യാൻ ശ്രമിക്കുക. അപ്പം അത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഈ ഒരു സൺറൈസ് ടെസ്റ്റ്നെറ്റ് എയർ ഡ്രോപ്പ് എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു, എല്ലാവർക്കും മനസ്സിലായെന്നും വിശ്വസിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ഗൈസ്.